കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാട് വനമേഖലയിൽ തീപിടുത്തം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ഏത് പ്രദേശത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഈ തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ തുടരുന്നു? പ്രവിത, ഇത് മലയോരത്താണ്. വിലങ്ങാട് മലയങ്ങാട് കാട്ടുതീയാണ് പടർന്നിരിക്കുന്നത്. ഇത് മലയോര മേഖലയിൽ ഇത്തരം കാട്ടുതീകൾ ഈ ചൂടുകാലത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു തീ ഉണ്ടാവുന്നു. പക്ഷേ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആ പ്രദേശത്ത് നിലവിൽ ജനവാസ മേഖലയിലല്ല ഇപ്പോൾ തീ ഉള്ളത്. തീ പടർന്നു പിടിച്ച് ഒരുപാട് മീറ്ററുകൾക്കപ്പുറത്ത് മാത്രമാണ് ജനവാസ മേഖല ഉള്ളത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഫയർഫോഴ്സിനാണെങ്കിൽ ഈ കാട്ടിലേക്ക് എത്തുക ദുഷ്കരമാണ്. ഫയർ എഞ്ചിൻ എത്തുക ദുഷ്കരമാണ്. അതുകൊണ്ട് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവർ ഫയർ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരുടെ കൂടി സഹായത്തോടുകൂടി തീ അണക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് വിവരം. പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം, ഇത് കോഴിക്കോട് റൂറൽ പോലീസ് ലിമിറ്റാണ്. അവർ കൃത്യമായി പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, മറ്റ് അപായാവസ്ഥയൊന്നും തന്നെ ഇല്ല. കാരണം ഇതൊരു കാട്ടുതീ മാത്രമാണ്, ഉൾക്കാട്ടിലാണ്, മലമുകളിലാണ്, ജനവാസ മേഖലയിലല്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ വനം വകുപ്പ് ഈ കാട്ടുതീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രവിത, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് സംസ്ഥാനത്തിന്റെ ഫലമായാണെന്ന് തോന്നുന്നു കാട്ടുതീ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. കോഴിക്കോട് വിലങ്ങാട് നിന്നുള്ള വിവരങ്ങളാണ് ദീപക് ധർമ്മടം പങ്കുവച്ചത്. മലയങ്ങാട് വനമേഖലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.